ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പം ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി പഞ്ചായത്തിലെ പൂവാറന്തോട് എന്ന സ്ഥലത്തുള്ള വെള്ള റിസോർട്ടിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. ഞങ്ങളിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോണത്. അങ്ങനെ അത് നല്ല മഴയാണ് കേട്ടോ. ആ ഒരു മഴത്താണ് നമ്മൾ മലയൊക്കെ കയറിയിട്ട് വെള്ള റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴത്ത് നമ്മൾ അതിൻ്റെ ഇടയിലൊന്ന് ഒരു ചായക്കടയിൽ ഇറങ്ങിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോരുന്നത്. സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് അവിടേക്ക് ഒന്ന് ചുറ്റി കണ്ടപ്പോഴേക്ക് വരുതാ പൂളിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്ഥലത്തിൻ്റെ മെയിൻ പ്രത്യേകത തന്നെ എന്താണ് കേട്ടോ, എവിടെ നോക്കിയാലും ജാതിക്കാണ് കേട്ടോ. ജാതിക്കൻ്റെ നാട് തന്നെയാണ് കേട്ടോ ഇവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാ എല്ലാ മരത്തിലും നല്ല നിറയെ ഉണ്ട് കേട്ടോ ജാതിക്ക. പിന്നെ ഇതാ പപ്പായ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ പ്രേഷൻ പൂട്ടിൻ്റെ വള്ളി ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പ്രേഷൻ പൂട്ട് കിട്ടി. പിന്നെ ചാമ്പക്ക, അങ്ങനെ എന്താ പറയുക, നമ്മുടെ ബട്ടർ വരെ ഉണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ അതിൻ്റെ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാട്ടോ. പ്രേഷൻ പൂട്ട് അങ്ങോട്ടേക്കൊക്കെ വീണണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ഉള്ളത് എടുക്കാനൊക്കെ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ചുറ്റി കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ ഒരുപാട് സ്ഥലത്തുണ്ട് ചക്ക കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച് നല്ല മഴയല്ലേ, അപ്പോൾ നമുക്ക് ചക്കക്കൂട്ടാനും കഞ്ഞിയും ആക്കിയല്ലോ രാത്രി കേട്ടോ. കേൾക്കേണ്ട താമസം കേട്ടോ. അപ്പോൾ അവിടുത്തെ ആ ഓണർ നമുക്കൊരു ചക്കയും വലിച്ചു തന്നു കേട്ടോ, നല്ല മൂത്ത. അങ്ങനെ ഇതാ പൂളിലിറങ്ങി കുളിക്കാൻ പോയാലൊക്കെ കുളിച്ച് വന്നപ്പോഴേക്ക് ഞങ്ങൾ ചായയൊക്കെ റെഡിയാക്കി. അവിടുന്ന് കുറച്ചൊന്നും അങ്ങോട്ട് പോയിട്ട് ഒരു കട ഉണ്ട്, അവിടെ പോയിട്ട് ചായക്കുള്ള കടിയും വാങ്ങിപ്പോന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം അജുവിനും പ്രേഷൻ പൂട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ റഷീദ്ക്ക അവനെ കയറ്റിയിട്ട് പറിച്ചു കൊടുക്കാമെന്ന് കേട്ടോ. നല്ല മധുരമുള്ള പ്രേഷൻ പൂട്ട് തന്നെ. കാണുന്ന ഒക്കെ ഒന്നും പ്രേഷൻ പൂട്ടല്ല കേട്ടോ, അതിൻ്റെ ഇടയിലാണ് ആ വള്ളിയുള്ളത്. അതൊക്കെ ജാതിക്കാണ്. അപ്പോൾ ഇതാ ഇനി ഞങ്ങൾ ചക്കൻ്റെ പരിപാടി തുടങ്ങാൻ കേട്ടോ. അപ്പോൾ ഒരു ചക്കൻ്റെ പകുതി നമ്മൾ കൂട്ടാനും എടുത്ത് ബാക്കി പകുതി നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ടും കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ പകുതി ചക്കനോട് നമ്മൾ 3 ഐറ്റം ചക്ക കൂട്ടാൻ എന്നിട്ട് വെച്ചിന്. പിന്നെ കഞ്ഞിയും റെഡിയാക്കി കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയതുകൊണ്ട് നമ്മൾ ചക്കപ്പരിപാടിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ 7 മണിയായപ്പോഴേക്കും നമ്മുടെ കഞ്ഞിയും ചക്കയൊക്കെ റെഡിയായി. അപ്പോൾ കുറച്ച് ചക്ക എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ചീരാമുളക് കിട്ടീനി കേട്ടോ. അതും തേങ്ങയും കൂടെ അരച്ചിട്ട് കുറച്ച് ചക്ക കൂട്ടാൻ അങ്ങനെ ആക്കിട്ടോ. പിന്നെ ഒന്ന് മുളക് പൊടി ഇട്ടിട്ട് തൂമ്പിച്ച് അങ്ങനെ 3 ഐറ്റം ഉണ്ടാക്കിനി കേട്ടോ. മക്കൾക്ക് എരിവില്ലാതെ ഉണ്ടാക്കിയ. അപ്പോൾ ഒരു എന്താ പറയുക, വാഴയില തിരഞ്ഞ് കുറേ നടന്നു കേട്ടോ. അതിൽ ഒരു നൊസ്റ്റാൾജിക്. അപ്പോൾ വാഴയില അവിടെ എവിടെയും കിട്ടിയില്ല കേട്ടോ.
പിന്നെ നമ്മൾ വേറെ എന്തൊട്ടോ ഒരു ഇല കിട്ടി, അത് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി നമ്മളെ പ്ലാവില കൊണ്ട് കുമ്പിൾ കുത്തിയിട്ട് കഞ്ഞി മക്കൾക്ക് കൊടുത്ത്. അപ്പോൾ ആ ഒരു ഇലൻ്റെ ഒരു ഇതിൽ മക്കൾ കഞ്ഞിയൊക്കെ നല്ലോണം കുടിച്ചിട്ടോ. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം മക്കൾ ഫിലിം കാണാൻ വേണ്ടിയിട്ട് ടി വിൻ്റെ മുമ്പിലെത്തിട്ടോ. അതിൻ്റെ ശേഷം ഞങ്ങൾ കുറച്ച് അരിപ്പായസം ഉണ്ടാക്കി. പിന്നെ നമ്മളെ ചക്ക അരിഞ്ഞ് വെച്ചിനല്ലോ അതൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടോ. അങ്ങനെ അവർക്ക് ടി വിൻ്റെ മുമ്പിൽ അതും കൊണ്ടുവച്ചപ്പോൾ എല്ലേ പോയെന്ന് അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചക്ക ഫുള്ള് ഫിനിഷായിട്ടു. ഇനി ചിക്കനും നെയ്ച്ചോറും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പാട്ടും കളിയൊക്കെ കഴിയുമ്പോഴത്തേനും വിശപ്പ് വരുമ്പോഴത്തേനും ആക്കാമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങളൊരു 11:30 ആയപ്പോൾ നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കി കഴിച്ച് കിടന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ എണീറ്റ് വന്നപ്പം തൊട്ടേ നല്ല മഴയാണ് കേട്ടോ. അത് കാരണം പൂളിൽ ഇറങ്ങാൻ എല്ലാവർക്കും ഒരു മടി, കാരണം നല്ല തണുപ്പ് കഴിഞ്ഞു കേട്ടോ. അപ്പം എല്ലാവരും ടി വിൻ്റെ മുമ്പിൽ അപ്പോൾ നമ്മളതിലൊക്കെ പോയി വന്നിട്ടും ഇവർക്കൊരു അനക്കില്ല കേട്ടോ. ഫിലിമിൽ മുഴുകിയിരിക്കുക കേട്ടോ. അപ്പോൾ പൂളിലിറങ്ങണം എന്നുള്ള ഇതൊന്നും ഇല്ല കേട്ടോ, തണുപ്പ് കാരണം. അപ്പോൾ വേഗം ചായ ഉണ്ടാക്കിയിട്ട് പോലെ തണുപ്പൊക്കെ ഒന്ന് മാറ്റാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ പുട്ടും പഴവും പപ്പടും കഴിഞ്ഞിട്ടോ. അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളിവിടെ റിസോർട്ടിലെത്തിയ സമയത്ത് മുതൽ ഓരോരുത്തർ വീഡിയോസൊക്കെ വിടും കേട്ടോ. അങ്ങനെ അമീബൻ്റെ പ്രശ്നമുള്ളത് കാരണം കുട്ടികളെ പൂളിൽ ഇറക്കരുത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മലേൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, അത് നേരിട്ടിട്ട് പൂളിലേക്ക് പൈപ്പ് ചെയ്ത് കയറ്റാണ് കേട്ടോ. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മക്കളെ ഇറക്കാം കേട്ടോ. നീന്തലൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോഴേക്കും എല്ലാവർക്കും വിശന്നിന് കേട്ടോ. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ച് പിന്നെ ഞാനും ഷെമിയും കൂടെ ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കിയേന് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ റെഡിയാക്കുന്നതിൻ്റെ ഇടയിലാണ് വെറുതെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഫുള്ള് കുട മൂടി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ എന്നിട്ട് ഒരു 1/4 മണിക്കൂർ അത് പെട്ടെന്ന് തന്നെ അതുപോലെ മാഞ്ഞും പോയിട്ടോ. ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ
ആ ഒരു ഇത് ഫുള്ള് മാഞ്ഞു പോയിട്ടോ, അന്തരീക്ഷമൊക്കെ നല്ല ക്ലിയർ ആയിട്ടോ. അങ്ങനെ ഇതാ ഉച്ചയ്ക്ക് 1 മണി ആയപ്പോഴേക്കും നമ്മുടെ ചോറും ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചതും എല്ലാം റെഡി ആയിട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ചോറൊക്കെ തിന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷം നമ്മൾ അവിടുന്ന് റിസോർട്ടിൽ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.